എന്ത് ഫുഡാടാ ഇത്? ചേട്ടാ ലോഡർ ഫ്രൈസ് സ്പെഷ്യലാ. ഇത് വായി വെക്കാൻ കൊള്ളണ്ടേ? പൊതുവെ അങ്ങനെ പരാതി വരാറില്ല. ഇവിടെ ഫുഡ് കൊള്ളത്തില്ല, ഇത് ആദ്യം അംഗീകരിക്കാൻ പഠിടാ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്കൊരു കാര്യം പറയാണ്ട്, ഇതൊന്നും വർക്കാവൂല. നമ്മള് ഈ റിലേഷൻഷിപ്പ് നമ്മൾ തമ്മിൽ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഏതിനും എന്തിനും നിന്റെ കൂട്ടുകാരെടുത്ത് തർച്ചമ ചോദിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷന് പോലും ഞാൻ എത്ര എഫേർട്ട് എടുക്കുന്നെന്ന് നിനക്കറിയോ? ഇപ്പൊ തന്നെ നീ കൈയോട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അവളെല്ലാം പറയണോ? ഞാൻ അന്വേഷിച്ചായിരുന്നടാ, കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നല്ല പ്രശ്നം. ഏതോ പൂത്ത കാശുള്ള ടീമിന്റെ കല്യാണം ഉറപ്പിച്ചു. നിന്നെ ഒഴിവാക്കാനുള്ള നാടകം അവള് കളിച്ചേ. നീ ഓക്കെ അല്ലേ? ഞാൻ പോയി മുതലാളിന്ന് കണ്ടിട്ട് വരാം, അക്കൗണ്ട് സെറ്റിൽ ഇട്ടേ. சிரிப்பு உடஞ்சு செதறி கிடக்கு எப்போ சந்தத சகியே சந்தத சகியே நீ கடலாழம் കണ്ണുണ്ടൂടെ അവിടെ തനിക്ക്? എന്തു പറ്റി മോളെ? നല്ല ലിവന്മാർക്കുള്ള കാണാൻ കൊള്ളുന്ന ഇളക്കം. അല്ലെ തന്നെ ഇവിടെ കാണാൻ അങ്ങനെ വലിയ ചന്തമൊന്നുമില്ല. നിങ്ങളെ വർഷം ഉണ്ടെന്ന് കാണിക്കും. ഞങ്ങൾ പോവാന്നേ. അതെ, അഭിജിത്ത് ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അതെ. ആരാ? ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? ഞാനറിയാത്ത ഫ്രണ്ടെന്ന് അവനില്ല. ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസാ. എന്നാലേ എന്റെ വണ്ടിയുടെ പിന്നാലെ ഇന്നലെ അവൻ സ്കൂട്ടർ കൊണ്ടുവന്നിരിച്ച് അതിനെ പറ്റി സംസാരിക്കാൻ വന്നേ. ഞങ്ങൾ അത്ര ക്ലോസ് അല്ല. അവൻ തോ അവിടെ ഉണ്ട്. വാ പോവാ. ഡാ, നിന്നെ കാണാൻ നിന്റെ ഫ്രണ്ട് വന്നേക്കുന്നു. ഇന്നലെ പൈസയും തന്നില്ലേ, സോറിയും പറഞ്ഞില്ലായിരുന്നു. എനിക്ക് കാല് പിടിക്കണമെന്ന് ചോദിക്കും. ആഹാ, താൻ ഇന്നലെ തന്ന വെറും 1500 രൂപ. എന്റെ വണ്ടിയുടെ ടെയിൽ ലാമ്പ് പൊട്ടി, സൈഡ് ഇൻഡിക്കേറ്റർ പൊട്ടി, സൈഡ് മീറ്റർ പൊട്ടി, അതും പോരാഞ്ഞിട്ട് എന്റെ ഹോസ്പിറ്റൽ ചെലവ് എല്ലാം കൂടെ കൂട്ടി ഒരു 3000 രൂപ ആയിട്ടുണ്ട്. പിന്നെ എന്റെ എന്തോ ഭാഗ്യത്തിനാ തന്റെ ഈ പേഴ്സ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോ തരുമോ എന്റെ ബാക്കി പൈസ? ഇതെന്റെ കടയുടെ കാർഡാ. രണ്ടുപേരും കൂടെ ബാക്കി പൈസ എല്ലാം ഒപ്പിച്ചിട്ട് എന്റെ കടയെ കൊണ്ട് തന്നേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ അഞ്ജലി ആരാ നീയൊക്കെ അറിയും. ഇതാന്ന് തോന്നടാ അവളെ കട. ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല, നീ സംസാരിക്കായിരുന്നത്. ആരും മിണ്ടൂലല്ലേ. എന്നിട്ട് എന്താ ആ പൂതനക്ക് പൈസ കൊണ്ട് വന്നേ ഞങ്ങള്. ഓ അങ്ങനെ വന്നേ ഞങ്ങള്. നിങ്ങൾക്ക് രണ്ട് നാരങ്ങ വെള്ളം പറയട്ടെ? ആയിക്കോട്ടെ.
മോനെ രണ്ട് നാരങ്ങളും വെച്ചുണ്ടോ? ഇളവ് വെറുതെ ഇരിക്കുന്ന സമയത്തില്ല. അമ്മേ ആ ഓൺലൈൻ ഡെലിവറി പാക്ക് ചെയ്തായിരുന്നോ? ഇല്ല മോളെ, ഇപ്പൊ ചെയ്തേക്കാം. അമ്മയാ പറ്റിച്ചല്ലേ. തന്നെ പൈസ ഉണ്ടോന്നോ? അപ്പൊ ശരി. ഹലോ, തനിക്കാണോ ഈ നാരങ്ങ? അതിന്റെ കൂടെ പൈസ തന്നിട്ട് പോയാൽ മതിയേ. മോളെ അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനുള്ളതായി നാരങ്ങ. അല്ല ചുമ്മാ വലിഞ്ഞേറി വരുന്നവർക്കൊന്നുള്ളതല്ല. താൻ കുടിച്ചില്ല, പക്ഷെ തന്റെ കൂട്ടുകാരൻ കുടിച്ചു. കണക്ക് കൂട്ടിയിട്ടേ എത്രയാന്ന് വെച്ചാൽ ഞാൻ പറയാം. എന്നിട്ട് ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം. മക്കളെ ഒന്നും തോന്നല്ലേ മക്കളെ, അവൾ അങ്ങനെയൊക്കെയാ. കുഞ്ഞുനാൾ മുതലേ കാശിന് ഒരുപാട് ബുദ്ധിമുട്ടിയവരാണ് ഞങ്ങൾ. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ബാധ്യത കൂടെ ഏറ്റെടുത്ത് മുന്നേറി വന്നവളാണ്. മോൻ പറഞ്ഞ പോലെ അവളൊരു ഭൂതനയാണ്. ആരുടെ മുന്നിലും കരയത്തില്ലെന്ന് വാശി പിടിച്ച് നടക്കണം ഭൂതന. അപ്പം ഞാൻ പോട്ടെ മക്കളെ, ഇടയ്ക്ക് കടയിലോട്ട് വായ. അമ്മ ലോണിന് വരുമ്പോ ഏതെങ്കിലും പേപ്പർ എടുക്കാതെ വന്നാൽ അവർ ഓട്ടിക്കുമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഞാനങ്ങ് വിട്ടുപോയി മോളെ. ഇനിയിപ്പോൾ ഞാൻ നാളെ കൊണ്ടുവന്ന് കൊടുത്തോളാം. ഓ എന്നാ പിന്നെ വാ പോവാം. എനിക്ക് വയറ് വിഷയക്കുന്നു. വീട്ടിൽ പോയി കഴിക്കാം. വേണ്ട, എനിക്ക് പുറത്തുനിന്ന് കഴിക്കണം. ആ പയ്യന്മാരെ കട ഇവിടെ അടുത്ത കണ്ട, നമുക്ക് അവിടെ പോയി കഴിക്കാം. അമ്മ ഒറ്റയ്ക്ക് പോയി കഴിച്ചാൽ മതി, എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ വയ്യ. ആഹാ, ഇതാര്? അമ്മയാ? പൂതന ഉണ്ടായിരുന്ന? എന്താ അമ്മ കഴിക്കാൻ? എന്താണ് മോന് ഇഷ്ടമുള്ളത്? ലോഡ് ഫ്രൈസ് എടുക്കട്ടെ, സ്പെഷ്യലാണ്. ഒരു നാരങ്ങ വെള്ളം എടുക്കാം. എത്ര മണിക്ക് കിടക്കാനാ പ്ലാൻ? സ്ഥിരം അടക്കുന്ന അമ്മയാ? അപ്പൊ ചാവി അവിടെ വച്ചേക്കാം. ആ അമ്മ, ഇതാ ഞങ്ങളുടെ മുതലാളി. ഇവിടെ അടുത്ത് തന്നെ താമസം. ഇത് മറ്റേ അബിയുടെ ആക്സിഡന്റ് കേസ്. മറ്റേ പൂതന. അപ്പോൾ നിങ്ങൾ കഴിക്കും, ഞാൻ കൊടുക്കാം. ദാവി ആ പൂതന മറ്റേ ആക്സിഡന്റ് കേസ്. പൈസ മേടിക്കാനുള്ള ഓരോന്നും നല്ലതെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുന്നു. താൻ എന്ത് ഫുഡാണോ കൊണ്ടു തന്നത്? ലോഡഡ് ഫ്രൈസ്. അല്ല, സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ്. ഇതാണോടെ തന്റെ സ്പെഷ്യൽ? ചീസ് ആണെങ്കിൽ ഭയങ്കര ഓവർ, ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഒട്ടും ക്രിസ്പി അല്ല. ചിക്കൻ എന്തിനാ എത്ര ചെറിയ പീസ് ആക്കുന്നത്? ഇങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ ഉണ്ടാക്കുന്നതാണോ നിങ്ങളുടെ സ്പെഷ്യല്? ഇതിലും ഭേദം താൻ വല്ല കട്ടപ്പാര എടുത്ത് കക്കാൻ പോന്നേ. തന്റെ സ്പെഷ്യലിന്റെ പൈസ. മോളെ സ്ഥിരം കുറ്റം പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ ലോഡർ പ്രൈസ് ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. വേണ്ടെന്ന് പറയട്ടെ. നമ്മൾ പറഞ്ഞ ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷെ എൻ്റെ രീതി ശരിയായില്ല. സ്വന്തം അച്ഛനും അമ്മയും
ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച് പോയെടുത്തുനിന്ന് സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടാവും ഇവിടം വരെ എത്തിയത്. പിന്നെ കുക്കിങ്, അതവൻ്റെ പാഷനാണ്. അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഇതെല്ലാം അവൻ തനിയെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചെടുത്തതാണ്. അതിൽ മിസ്റ്റേക്കുകൾ വരാം, പക്ഷെ അത് പറയാൻ വേണ്ടി മാത്രം മോളിൽ നീ ഇങ്ങോട്ട് വരണമെന്നില്ല. അപ്പോൾ ഓക്കെ. അവരൊക്കെ പാവങ്ങളല്ലേ മോളെ. ചീസ് ആണെങ്കിൽ ഭയങ്കര ഓവർ, ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഒട്ടും ക്രിസ്പി അല്ല. ചിക്കൻ എന്തിനാ എത്ര ചെറിയ പീസ് ആക്കുന്നത്? എന്താണ് മാൻ, റിവെഞ്ചിനുള്ള പരിപാടിയാണ്? റിവെഞ്ച് ആണെങ്കിലും ഇല്ലല്ലോ, അവളുടെ അടുത്തൊരു താങ്ക്സ് പറഞ്ഞു കേട്ടാ. അവള് പറഞ്ഞ പോയിന്റ് എല്ലാം കറക്റ്റ് അല്ലായിരുന്നു. തുറന്നാൽ കുറ്റം പറഞ്ഞ ആ പരട്ട കസ്റ്റമർ വരെ ഇന്ന് ചിരിച്ചോണ്ടാ കഴിച്ചേ. നമ്മളൊക്കെ നിനക്ക് വിഷമാവെന്ന് പറഞ്ഞ് പറയാതിരുന്ന കാര്യങ്ങളൊക്കെ അവള് പുഷ്പം പോയി പറഞ്ഞിട്ട് പോയില്ലേ. നാളെന്താ പരിപാടി? അവളെ കാണാൻ പോയാണ്. അതൊക്കെ അടിക്കാനളിയാ. മാരൻ മറുകിൽ ചോരും മധുരം നീയേ 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 മാറിൽ കുളിരായി മൂടും അമ്മയോ? അമ്മ ബാങ്കിൽ പോയി. ലോഡഡ് ഫ്രൈസോ? നിങ്ങളെ അപ്പത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞ കേട്ടോ. സോറി. സൈൻ ലാംഗ്വേജ് പഠിച്ചോന്നാണോ? ആദ്യം നല്ല തനിക്ക് സോറി പറയാൻ വേണ്ടി യൂട്യൂബ് നോക്കി പിടിച്ചതാ. അല്ല, ഇത് മാത്രം എങ്ങനെ കഴിക്കാനാ? നമുക്കൊരു ചായ കൂടെ കുടിച്ചാലോ? മുതലാളി, ആ പൂന്നരയുടെ അമ്മ ആക്സിഡൻ്റ് ആയി. അബിയോടുണ്ട്, ഞാനോട് അങ്ങോട്ട്. ശരി. അതെ, ഈ തലയടിച്ച് വീണതുകൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ CT സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി റിപ്പോർട്ട് ഒന്ന് മേടിക്കണം. പിന്നെ ഫാർമസിയിൽ പോയി അവിടെ നിന്ന് കുറച്ച് മരുന്ന് മേടിക്കണം. ഈ പേഷ്യൻ്റ് OP അല്ലെങ്കിൽ പേര് പറഞ്ഞു കൊടുത്താൽ മതി. ആള് മയക്കത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? എല്ലാം അടയ്ക്കണമെന്നോ? ഫാർമസി പോകണമെന്നോ? എനിക്കൊന്നും എന്താടാ അവളോടെ? എന്തായാലും ഇന്ന് അഡ്മിറ്റ് അല്ലേ? നീ റിഫ്രഷ് ആവാനുള്ള ഡ്രസ്സും കൂടെ എടുത്തോണ്ടോ? അമ്മയ്ക്ക് മാറാനുള്ള എന്തെങ്കിലും എടുത്തോണ്ടോ? എടാ നീ ഇങ്ങോട്ട് പോ. അമ്മ ഇവിടെ ഒറ്റയ്ക്ക്. ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. നീതാനെന്നെല്ലാം
நீதான் என் எல்லாம், நான் மறந்த எல்லாம் உன் பெயரால் திரும்பும். உன் வாசம் மட்டும் போதும், என் உலகம் மாறிப்போகும். நான் தொட்ட எல்லா நிழலும் உன் நினைவாய் திரும்பி போகும். தூரங்கள் கரைந்து போகும், நேரங்கள் உறைந்து நிற்கும். நீ இல்லா ஒரு நொடியில் என் உயிரே திசை தேடும். जैसे तू है पास मेरे तेरे पास അളിയാ നല്ല വിശപ്പുണ്ടേ, കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ. പിന്നെ നിങ്ങളും കഴിച്ചിട്ട് കേട്ടോ. जैसे होठों में हो लाली तेरे पास मैं, जैसे कानों में हो लाली तेरे पास मैं. ഹലോ, എല്ലാ റിപ്പോർട്ടും കിട്ടിയായിരുന്നു കേട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. നിന്റെ അടുത്ത് ഒരാൾ സംസാരിക്കണം. മോളെ, जैसे कागज पे അമ്മ ഓക്കെയാണ്, മോള് വെറുതെ വിഷമിക്കണ്ട കേട്ടോ. भूले से कोई कसम, जैसे पानी पास प्यासे तेरे पास मैं, जैसे दिल के हैं दिलासे तेरे पास में. എനിക്കറിയായിരുന്നു ഇവിടെ തന്നെ കാണുന്നു, വേറെ അവിടെ പോവാനോ. നെക്സ്റ്റ് മന്ത് എന്റെ മാരേജാ. നീ വരണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. പറ്റുവാണേ നീപ്പാ. ബോംബെക്കാരനാണോ പയ്യൻ? അതിന് എനിക്ക് ഹിന്ദി അറിയോ? ഇല്ല, അപ്പൊ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും പ്രശ്നമില്ലേ? ഞാൻ പഠിക്കുന്നുണ്ട് അതിന്. അപ്പൊ പഠിക്കാനൊക്കെ അറിയില്ലേ ലാംഗ്വേജ്? ഇതാരാ? അതവന്റെ ഗേൾഫ്രണ്ട്. ചെക്കന്റെ ജോബ് എന്താന്നാ ചോദിച്ചേ? IT ഫീൽഡാ. അപ്പൊ ശരി. അനു, അന്നവൻ നിന്റെ അടുത്ത് എന്താ പറയാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായോ? നീ എന്തിനാ എപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നോക്കുന്ന, എൻ്റെ കണ്ണി നോക്കി സംസാരിക്കും. എൻ്റെ മനസ്സ് പറയുന്ന കേൾക്കുക. നിനക്കിന് മനസ്സിലാവും. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? അങ്ങോട്ട് പോ. जैसे तू है पास मेरे